26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് കർക്കിടകചര്യ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറ്റും. കർക്കിടക മാസം എന്ന് പറയുന്നത് ഒരു ആചാരം മാത്രമല്ല, നമ്മുടെ ജീവിത ശൈലിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചിട്ട കൂടിയാണ് നമ്മുടെ കർക്കിടക ചികിത്സ എന്ന് പറയുന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ അശ്വതി. കർക്കിടക മാസം ആയുർവേദത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാസമാണ്. കർക്കിടക മാസം എന്ന് പറയുന്നത് ജൂലൈ മിഡ് തൊട്ട് ഓഗസ്റ്റ് മിഡ് വരെയുള്ള ഒരു സമയമാണ് കർക്കിടക മാസം എന്ന് പറയുന്നത്. ഈ കർക്കിടക മാസത്തിൽ ഈ ആയുർവേദത്തിൽ പറയുമ്പോൾ അഷ്ടാംഗ ഹൃദയത്തിലും ചരക സംഹിതകളിലൊക്കെ പറയുന്നത് വർഷ ഋതു. ആ സമയങ്ങളിൽ നമ്മളുടെ ജഠരാഗ്നി, അതായത് ഡൈജസ്റ്റീവ് പവർ കുറയുകയും നമുക്ക് ഇമ്മ്യൂണിറ്റി കുറയും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം ഒരുപാട് രോഗങ്ങൾ പിടിപെടാനുള്ള ഒരു കാലമാണ്. തണുപ്പുള്ളത് കൊണ്ട്, ഈ ഈർപ്പവും തണുപ്പും ഒക്കെ കൊണ്ട് ഭക്ഷണം പ്രോപ്പറായിട്ട് ദഹിക്കാണ്ട് വരും. അങ്ങനെ ദഹിക്കാണ്ട് വരുമ്പോൾ പല രോഗങ്ങളും നമുക്ക് ഈ കർക്കിടക മാസത്തിൽ ഉണ്ടാവും. അപ്പോൾ ഇമ്മ്യൂണിറ്റി കുറയുന്നത് കൊണ്ടും ഡൈജസ്റ്റീവ് പവർ കുറയുന്നതൊക്കെ കൊണ്ടും ഈ ഒരു സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു ദിനചര്യയും ഒരു ട്രീറ്റ്മെൻറ്റും എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇനി നമുക്ക് പറയാനുള്ളത് കർക്കിടക കഞ്ഞിയുടെ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റിയാണ്. ഈ കർക്കിടക മാസത്തിൽ കർക്കിടക കഞ്ഞി ഒരു ട്രഡീഷണൽ ഫുഡായിട്ട് നമ്മളുടെ കേരളത്തിൽ എല്ലായിടത്തും ചെയ്യുന്ന ഒരു കാര്യമാണ്. പണ്ട് കാലങ്ങളിൽ അമ്മമാരും അമ്മൂമ്മമാരും ഒക്കെ ഈ കർക്കിടക കഞ്ഞി കർക്കിടക മാസത്തിൽ എല്ലാ ദിവസവും കഴിച്ചുകൊണ്ടിരുന്നതാണ്. അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ തീക്ഷ്ണവും ലഘുവായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, അതായത് ചുക്ക്, കുരുമുളക്, ഞവരയരി, അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ചില സ്ഥലങ്ങളിൽ അത് ദശപുഷ്പത്തിൻ്റെ നീരും ഒക്കെ പിഴിഞ്ഞ് ഇതിനകത്ത് ഇടും. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആർത്രൈറ്റിക്സ് ആയിട്ടുള്ള കുറേ വേദനകൾ അങ്ങനെയുള്ള കാര്യങ്ങളുള്ളവർക്ക് ഇത് കഴിക്കുന്നത് കൊണ്ട് വേദന കുറയും. അതേപോലെ തന്നെ ഡൈജസ്റ്റീവ് പവർ ഇമ്പ്രൂവ് ചെയ്യും, ഇമ്മ്യൂണിറ്റി ഇമ്പ്രൂവ് ആകും. അതുകൊണ്ട് ഈ ഒരു സമയത്ത് വരുന്ന അസുഖങ്ങളൊന്നും വരാതെ നോക്കാൻ ഈ കർക്കിടക കഞ്ഞി സഹായിക്കും. ഇനി നമുക്ക് കർക്കിടക മാസത്തിലെ ചിട്ടകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. കർക്കിടക മാസത്തിൽ ഡെയിലി ഒരു ചെറിയ ചൂടുവെള്ളം കുടിച്ച് സ്റ്റാർട്ട് ചെയ്യുക. അതേപോലെ എണ്ണ തേച്ച് കുളിക്കുക. പിന്നെ ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് നോക്കുക. ഈ പറയുന്ന ഡയറ്റിൽ കർക്കിടക കഞ്ഞി ഉൾപ്പെടുത്തുക. ഒരു നേരം കർക്കിടക കഞ്ഞി ഉൾപ്പെടുത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. പിന്നെ എന്തെങ്കിലും പ്രോബ്ലംസ്, അതായത് ഫിസിക്കലി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, വേദന അങ്ങനെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടൊരു ഫിസിഷ്യൻ്റെ റെക്കമെൻഡേഷനിൽ ട്രീറ്റ്മെൻറ്റുകളുണ്ട്. ആ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാൻ നല്ലതാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു മാസം ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ഈ ഒരു വർഷത്തേക്ക് ഗുണം ചെയ്യുന്നുള്ളതാണ് ഈ കർക്കിടക മാസത്തിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത്. പണ്ട് കർക്കിടക മാസത്തിൽ നന്നായിട്ട് മഴ പെയ്യുമായിരുന്നു, ഇപ്പോൾ അങ്ങനെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ ആയുർവേദ ചികിത്സയിൽ എന്ന് ചോദിക്കുമ്പോൾ, ശരിക്കും പറഞ്ഞാൽ കാലാവസ്ഥയിൽ മാറ്റങ്ങളുണ്ടെങ്കിൽ പോലും ആയുർവേദ തത്വങ്ങൾക്കൊന്നും വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ആളുകളുടെ ശരീരപ്രകൃതിയും ആരോഗ്യാവസ്ഥയും എല്ലാം നോക്കിയിട്ട് അതിന് പ്രോപ്പറായിട്ടുള്ള രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് കർക്കിടക മാസത്തിൽ ചെയ്യേണ്ടത്. പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് കർക്കിടകചര്യ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറ്റും. അവിടുത്തെ കാലാവസ്ഥയും ആരോഗ്യം എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ടും വേണം കർക്കിടക ചികിത്സ ചെയ്യാൻ. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ കർക്കിടക മാസം എന്ന് പറയുന്നത് മഴക്കാലമാണ്. മഴക്കാലം ആയതുകൊണ്ട് തന്നെ ആർത്രൈറ്റിക്സ് പ്രോബ്ലം ഉള്ളവർക്ക് വേദനകൾ വരാം. വാദം കൂടിയിരിക്കുന്നൊരു സമയമായതുകൊണ്ട് വേദനകൾ, അലർജി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരാം. അതേപോലെ പ്രവാസികൾ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ മഴ കിട്ടണമെന്നില്ല, അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ആ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മളുടെ ഡയറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ എങ്ങനെയാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ ഞാൻ കർക്കിടക കഞ്ഞിയുടെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞല്ലോ, അപ്പോൾ അതുപോലെ തീക്ഷ്ണമായിട്ടുള്ള ലഘുവായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്ത് നമ്മൾ കഞ്ഞി കുടിക്കുന്നതും ഈ പറയുന്ന പോലെ കർക്കിടക കഞ്ഞി കുടിക്കുന്നതിൻ്റെ സെയിം ഫലമാണ് കിട്ടുക. അപ്പോൾ അവിടുത്തെ കാലാവസ്ഥ അനുസരിച്ച് നമുക്ക് ഡയറ്റ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ഡയറ്റ് പ്രോപ്പറായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഈ കർക്കിടക മാസത്തിൽ അതേ റെജിമെൻ നമുക്ക് അവിടെയും ചെയ്യാവുന്നതാണ്. കർക്കിടക മാസം എന്ന് പറയുന്നത് ഒരു ആചാരം മാത്രമല്ല, നമ്മുടെ ജീവിത ശൈലിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു
ചിട്ട കൂടിയാണ് നമ്മുടെ കർക്കിടക ചികിത്സ എന്ന് പറയുന്നത്. കർക്കിടക ചികിത്സ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ മൺസൂൺ തെറാപ്പി എന്നും പറയും. മഴക്കാലത്ത് നമുക്ക് രോഗങ്ങൾ വരാതിരിക്കാനും ഇനി അങ്ങോട്ടേക്ക് ഒരു വർഷത്തോളം നമ്മളുടെ ആരോഗ്യം മെച്ചപ്പെട്ടിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ കർക്കിടക ചികിത്സ ചെയ്യുന്നത്. അത് പ്രോപ്പറായിട്ടൊരു ഫിസിഷ്യനെ കണ്ട് ഡയറ്റും ജീവിതശൈലിയും ട്രീറ്റ്മെൻറ്റും എടുത്ത് അതിനെ നിലനിർത്തി പോകേണ്ടതാണ്. Subscribe to One India and never miss an update.